ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത് വോളിയം 7 കണ്ടത് ഒരു 2 മുറി ബിൽഡിങ്ങിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത് കണക്കാക്കുന്ന മെത്തേഡാണ്. ഇനി നമ്മൾക്ക് ഈ ഒരു എക്സർസൈസിൽ ഈ വോളിയത്തിൽ ഈ സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഒറ്റ മുറി കെട്ടിടത്തിൻ്റെ ഫൗണ്ടേഷൻ വരെയുള്ള ഭാഗത്തിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെ കണക്കാക്കാം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീടിൻ്റെ മോഡൽ ഉപയോഗിച്ച് ഒരു ബിൽഡിങ്ങിൽ വരുന്ന വിവിധ കമ്പോണൻസുകൾ നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യേണ്ടുന്ന ക്വാണ്ടിറ്റി കണക്കാക്കേണ്ടുന്ന വിവിധ കമ്പോണൻസുകൾ ഏതൊക്കെയാണ് അത് വ്യക്തമായി ഒരു മോഡലിൻ്റെ സഹായത്തോടെ കാണിച്ചു തന്നു. ഫൗണ്ടേഷൻ നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യണം, ഫൗണ്ടേഷൻ ചെയ്യണം, ബേസ്മെൻറ്റ് ചെയ്യണം, അങ്ങനെ ഓരോരോ ഐറ്റവുമായിട്ട് കെട്ടിടത്തിനെ പല ഭാഗങ്ങളായിട്ട് തിരിച്ച് ഓരോ ഐറ്റത്തിൻ്റെയും അളവുകൾ നമ്മൾ പ്രത്യേകം കണ്ടെത്തി ഓരോ ഐറ്റത്തിനും ചിലവാകുന്ന തുക നമ്മൾ കണക്കാക്കി അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഏറ്റവും ലളിതമായിട്ട് ഫസ്റ്റ് എക്സർസൈസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മുറിയുള്ള ഒരു കെട്ടിടത്തിൻ്റെ 3 ഐറ്റം കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതാണ് ഒരു മുറി കെട്ടിടം. അതായത് ഈ തന്നിരിക്കുന്ന ബിൽഡിംഗ്, ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 6 മീറ്ററും അകത്തെ വീതി എന്ന് പറയുന്നത് 4 മീറ്ററും. അകത്തെ നീളം 6 മീറ്ററും അകത്തെ വീതി 4 മീറ്ററും. ഭിത്തിയുടെ തിക്നെസ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ തിക്നെസ് ആണ് ഭിത്തിയുടെ തിക്നെസ്. അപ്പോൾ ഇതാണ് ഈ ഒറ്റമുറി. ഈ ഒറ്റമുറി ബിൽഡിങ്ങിൻ്റെ നമ്മൾ 3 ഐറ്റം നമ്മൾ കണ്ടുപിടിക്കും. ഒന്ന്, ഈ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ വരെ ചെയ്യുന്നതിന് ആവശ്യമായ വാനം കൊണ്ട് നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് അത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കും. എർത്ത് വർക്ക് എക്സ്കവേഷൻ അത് ഈ ഗ്രൗണ്ട് ലെവലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ലെവലിന് അടിയിലോട്ട് ഇത്രയും ഭാഗം നമുക്ക് പണിയെടുക്കണം. അപ്പോൾ അത്രയും ഭാഗത്തുള്ള മണ്ണിനെ നമ്മൾ കുഴിച്ചിളക്കി നീക്കം ചെയ്ത് കളയണം. അപ്പോൾ അതിന് പണിക്കൂലിയാവും. അപ്പോൾ അതിന് പണിക്കൂലി കണക്കാക്കണമെങ്കിൽ എത്ര അളവ് മണ്ണ് അവിടുന്ന് നീക്കം ചെയ്തു എന്ന് നമ്മൾ കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്തത്. ഈ ബിൽഡിംഗ്, ഈ മുറിയുടെ എല്ലാ ഭിത്തിയുടെയും അടിയിൽ നമ്മൾ വാനം തോണ്ടി മണ്ണിളക്കി കളയണം. അപ്പോൾ അതാണ് എർത്ത് വർക്ക് എക്സ്കവേഷൻ. രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് മണ്ണിളക്കി കഴിഞ്ഞതിന് ശേഷം ആദ്യം ചെയ്യുന്ന പണിയാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഈ മുറിയുടെ ഉടനീളം ഈ മൊത്തം സെൻട്രൽ ലൈൻ വരുന്നതിൻ്റെ അടിഭാഗത്തെല്ലാം നമ്മൾ ഫൗണ്ടേഷൻ കെട്ടുന്നതിന് മുന്നേ കോൺക്രീറ്റ് ചെറിയൊരു കനം 25 സെന്റിമീറ്റർ തിക്നെസ്സിൽ 80 സെന്റിമീറ്റർ വീതിയിലും നമ്മളൊരു കോൺക്രീറ്റ് ഈ ഭിത്തി മൊത്തം ലെങ്തിലും അടിയിലോട്ട് മൊത്തം ഭിത്തിയുടെ അടിയിലും നമ്മൾ കോൺക്രീറ്റ് ഇടും. ആ കോൺക്രീറ്റിൻ്റെ അളവ് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ ക്വാണ്ടിറ്റി നമ്മൾ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആണ്. കമ്പി ഉപയോഗിക്കാത്ത പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ഈ ഭിത്തിയുടെ അടിയിൽ എത്ര പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ഇട്ടിട്ടാണ് ഫൗണ്ടേഷൻ ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. അതിന് ചിലവ് വരുന്നതാണ്, അത് കണക്കാക്കണം എത്ര ചിലവെന്ന്. ആ ചിലവ് കണക്കാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ അളവ് കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മൾ ബേസ്മെൻറ്റ് ഫൗണ്ടേഷൻ 50 സെന്റിമീറ്റർ വീതിയും 40 സെന്റിമീറ്റർ ആഴവുമുള്ള ഒരു ഫൗണ്ടേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആ ഫൗണ്ടേഷൻ ഈ ഭിത്തിയുടെ എല്ലാ അടിയിൽ വരും. ഇത് സെക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ സെക്ഷൻ ലൈനാണ്. അതായത് ഇത് കുറുകെ മുറിക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത്. ഇത് അതിന്റെ പ്ലാനും, ഇത് പ്ലാനും, ഇത് സെക്ഷനും പ്ലാനും. സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് മുറുകെ മുറിക്കുമ്പോൾ മണ്ണിനടിയിലോട്ട് കാണപ്പെടുന്ന ഭാഗം മൊത്തം സെക്ഷനായിട്ട് വരും. അപ്പം പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ചെയ്യുന്നത് ഫൗണ്ടേഷൻ. ഈ 50 സെന്റിമീറ്റർ വീതിയും 40 സെന്റിമീറ്റർ ആഴത്തിലും നമ്മൾ ഫൗണ്ടേഷൻ ഈ ബിൽഡിങ്ങിന്റെ മുറിയുടെ എല്ലാ അടിയിൽ ഭാഗത്ത് വരും. അതിനുശേഷം നമ്മൾ ബേസ്മെന്റ്. അപ്പം പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന മൂന്നാമത്തെ വർക്ക് എന്ന് പറയുന്നത് ഇതിനകത്ത് പാറക്കെട്ടാണ്. ഫൗണ്ടേഷനും ബേസ്മെന്റും പാറക്കെട്ടാണ്. അപ്പോൾ അത് RR മേസൺറി എന്ന് പറയും. RR മേസൺറി, അത് ഫൗണ്ടേഷന് വേണ്ടിയുള്ള മേസൺറി എത്ര അളവ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ബേസ്മെന്റിന് വേണ്ടിയുള്ള മേസൺറിയുടെ അളവും കണ്ടുപിടിക്കണം. അപ്പം എർത്ത് വർക്ക് എക്സ്കവേഷൻ, PCC, RR മേസൺറി ഫോർ ഫൗണ്ടേഷൻ ആൻഡ് ബേസ്മെന്റ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ എക്സസൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒന്നാമത്തെ എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ അളവ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമ്മൾ നീളം, ഒരു സിംഗിൾ റൂം ബിൽഡിങ്ങിന്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ച് കേൾക്കണം. അതിന്റെ ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് തന്നെ ആയിരിക്കും ഇതിന്റെ ലെങ്ത് ആയിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് കണ്ടുപിടിച്ചതെന്ന് ഒന്നുകൂടെ ഈ ഒരു കാണിച്ചു തരാം. നേരത്തെ നമ്മൾ 2 എണ്ണം പറഞ്ഞതാണ്. ഈ എക്സാമ്പിളിൽ എങ്ങനെയാണ് ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് എടുത്തതെന്ന് നോക്കിയാൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം. ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് സമം എവിടെ ഡോട്ടൽ ലൈൻ കാണിച്ചിരിക്കുന്ന മൊത്തം ലൈനിന്റെ നീളം കണ്ടെത്തണം. അതിനെ ഞാൻ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇവിടുന്ന് ഈ സെന്റർ മുതൽ ഈ നീളമുള്ള ഈ ഭിത്തിയുടെ ഈ സെന്റർ മുതൽ ഈ സെന്റർ വരെയുള്ള നീളത്തിനെ L1 എന്ന് പേര് വിളിച്ചു. അതുപോലെ അതേ നീളം തന്നെയാണ് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ, അത് L1. അപ്പൊ 2 L1, L1ഉം 2 L1. അതുപോലെ തന്നെ ഈ സെന്റർ മുതൽ ഈ സെന്റർ വരെ ഉള്ള ലൈനാണ് L2, സെന്റർ ടു സെന്റർ L2. ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ L2.
ഇപ്പൊ L2 എത്ര എണ്ണം ഉണ്ട്? ഒരു L2 ഇവിടെ, ഒരു L2 ഇവിടെ, അപ്പൊ 2 L2. അപ്പൊ 2L1 പ്ലസ് 2L2, 2L1, L1, L1, 2L1, L2, L2, 2L2. അപ്പൊ ഇനി L1ന്റെ അളവ് എത്ര വരും? ഈ പോയിന്റ് മുതലാ, അപ്പൊ ഇതിന്റെ ഉള്ളിലെ ഈ സെന്ററിലെ പോയിന്റ് തൊട്ട് ഈ സെന്ററിലെ പോയിന്റ് വരെ. അപ്പൊ നമുക്ക് ഇവിടം വരെ ഇവിടം വരെ നമുക്ക് അറിയാം 6 എന്ന്. അത് പോരാ, നമുക്ക് ഇതിനുള്ളിലോട്ടുള്ള സെന്റർ വരെ എടുക്കണം. അപ്പൊ ഈ ഭിത്തിയുടെ മൊത്തം തിക്നെസ് 20 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഉള്ളിലോട്ട് വരുമ്പോൾ എത്ര വരും? 0.1. 0.1 പ്ലസ് 6 പ്ലസ് ഉള്ളിലോട്ട് വീണ്ടും ഒരു 0.1, അപ്പൊ 6.2 വന്നു. അതുപോലെ തന്നെ ഇവിടെയും ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയാണ് സെന്റർ വരെ. അപ്പം 0.1 പ്ലസ് 4 പ്ലസ് 0.1, അപ്പം 4.2 വന്നു. അപ്പൊ ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത് എത്ര വന്നു? 2 × 6.2 പ്ലസ് 2 × 4.2 സമം 12.4 പ്ലസ് 8.4 20.8. ടോട്ടൽ സെന്റർ ലൈനിൽ നമുക്ക് 20.8 കിട്ടി. സിംഗിൾ റൂം ബിൽഡിങ്ങിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ലെങ്ത് എന്ന് പറയുന്ന പല അളവ്. ലെങ്ത് എന്ന് പറഞ്ഞ ഡയമെൻഷൻ എപ്പോഴും ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത് തന്നെ ആയിരിക്കും. ഇവിടെ ജംഗ്ഷനുകളൊന്നും വരുന്നില്ല, ഒറ്റ നീളമാണ്. ജംഗ്ഷനും ഒരു രണ്ട് ഭിത്തി തമ്മിൽ ചേരുന്ന T ഷേപ്പിൽ ജംഗ്ഷനുകളൊന്നും വരുന്നില്ല, ഒറ്റ നീളം ആയതുകൊണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത് തന്നെ വരും. കാര്യം ഈ ലെങ്ത് മുഴുവൻ നമ്മൾ ഈ വർക്കുകൾ ചെയ്യണം. സോ ലെങ്ത് ഈസ് സെയിം. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 20.8 ആണ് ലെങ്ത്. ഇനി ബ്രെഡ്ത്ത്, വീതി. വീതി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വന്നു PCC എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ചെറിയ ഏറ്റവും താഴെ കാണിച്ചിരിക്കുന്ന ഈ ചെറിയ വർക്കാണ് PCC. ഇതാണ് PCC ഏറ്റവും താഴത്തെ. അതിന്റെ നീളം എത്ര ഉണ്ട്? 20. നീളം എത്ര? സോറി, എർത്ത് എക്സ്കവേഷന് 2 ഒരു ഐറ്റമേ നമ്മൾ കണ്ടെത്തിയുള്ളൂ. 20.8 മീറ്റർ ലെങ്ത്. ഇതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്ര വരും നോക്കണം. ഇവിടെ വരെ ഗ്രൗണ്ട് ലെവലാണ്, ഇതിന്റെ താഴോട്ടാണ് ഫൗണ്ടേഷനും ബേസ്മെന്റും ഒക്കെ കോൺക്രീറ്റ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പൊ ഗ്രൗണ്ട് ലെവൽ ഇവിടാണ്, ഇതിന്റെ താഴോട്ട് ഇവിടെ വരെ നമുക്ക് കുഴിക്കണം. അപ്പൊ ടോട്ടൽ എത്ര ആഴത്തിൽ കുഴിക്കണം? 20 പ്ലസ് 20, 40 പ്ലസ് 25, 65 സെന്റിമീറ്റർ ആഴത്തിലും കുഴിക്കണം. എത്ര വീതി വരും? B. ഇപ്പൊ ഇവിടം വരെ മണ്ണ് കിടക്കുകയാണ്. എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിൽ നമുക്ക് ഇത്രയും ഭാഗം കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത്രയും ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യേണ്ടുന്നത് കൊണ്ട് ഇത്രയും ഈ വീതിക്കുള്ള മണ്ണിനെ കുഴിച്ച് കളയണം. അപ്പം മണ്ണ് കുഴിച്ച് കളയേണ്ടുന്നതിന്റെ വീതി എന്ന് പറയുന്നത് ഏത് വീതിയായിട്ട് എടുക്കണം? ഈ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിന്റെ വീതിയായിട്ട് എടുക്കണം. അപ്പൊ മണ്ണ് കുഴിച്ച് കളയണം. എർത്ത് വർക്ക് എക്സ്കവേഷന്റെ വീതി എന്ന് പറയുന്നത് ഈ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിന്റെ വീതി വരും. എന്തുകൊണ്ടാണ്? അത്രയും വീതിയിൽ എന്തായാലും നമുക്ക് വർക്ക് ചെയ്യണം. അപ്പൊ ഈ വീതിയിലുള്ള മണ്ണിനെ നീക്കം ചെയ്യണം. അപ്പം B എന്ന് പറയുന്നത് ഇതാണ് B. അത് എത്രയും 0.8 ആണ് B ആയിട്ട് വരുന്നത്. മീറ്ററിലോട്ട് മാറ്റി 0.8 വന്ന് B. ലെങ്ത് എന്ന് പറഞ്ഞാൽ സെന്റർ ലൈൻ ലെങ്ത്. B എന്ന് പറയുന്നത് എന്താണ്? എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് ഇവിടം വരെയുള്ള മണ്ണിനെ കുഴിക്കണം. ഇവിടുന്ന് താഴോട്ട് മണ്ണ് ഇളക്കണം. അപ്പൊ ഇവിടുന്ന് ഇത്രയും ആഴത്തിലും ഇളക്കണം, ഈ വീതിയിലും ഇളക്കണം. വീതി എന്ന് പറയുമ്പോൾ 0.8 വരും. ഇനി ആഴം എത്ര വരും? ഇവിടെ ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ് ഗ്രൗണ്ട് ലെവൽ. ഇതിൽ നിന്ന് നമ്മൾ 2 വർക്ക് നമുക്ക് ഇതിന്റെ അടിയിലോട്ട് ചെയ്യണം. എന്തൊക്കെയാണ്? 40 സെന്റിമീറ്റർ ആഴത്തിലുള്ള ഒരു ഫൗണ്ടേഷനും കൊടുക്കണം, 25 സെന്റിമീറ്റർ കനത്തിലുള്ള ഒരു ബെഡ് കോൺക്രീറ്റ് നമുക്ക് കൊടുക്കണം. അപ്പൊ ഗ്രൗണ്ട് ലെവൽ ഇതാണ്. ഇവിടുന്ന് 2 വർക്ക് നമുക്ക് ചെയ്യണം. ഒന്ന് 40 സെന്റിമീറ്റർ ആഴത്തിലുള്ള ഫൗണ്ടേഷൻ വർക്കും 25 സെന്റിമീറ്റർ ആഴത്തിലുള്ള കോൺക്രീറ്റ് വർക്കും കൊടുക്കണം. അപ്പൊ മൊത്തം എത്ര ആഴത്തിൽ മണ്ണ് കളയണം? 40 പ്ലസ് 25. മൊത്തം എത്ര ആഴത്തിൽ മണ്ണ് കളയണം? 40 പ്ലസ് 25, 65 സെന്റിമീറ്റർ ആഴം. അത് മീറ്ററിലോട്ട് മാറ്റുമ്പോൾ 0.65. അപ്പൊ ഇതിന്റെ 3 ക്വാണ്ടിറ്റി നമുക്ക് കിട്ടി. 20.8, 0.8, 0.65. ഇനി ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എത്ര വരും? ലെങ്ത് ഇൻറ്റു, എപ്പോഴും ഞാൻ പറഞ്ഞു നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ഒക്കെ ചെയ്യുന്നത് വോളിയത്തിലാണ് എടുക്കുന്നത്. എത്ര അളവ് മണ്ണ്, അപ്പൊ അളവ് ആ മണ്ണിന്റെ വ്യാപ്തമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നീളം ഗുണം വീതി ഗുണം ആഴം. അപ്പൊ അതാണ് അതിന്റെ വ്യാപ്തമാണ് എടുക്കുന്നത്. അപ്പൊ എത്ര വരും? 20.8 × 0.8 × 0.65. അത്രയും വ്യാപ്തം, അത്രയും ക്യൂബിക്കൽ കണ്ടന്റ്, അത്രയും അളവ് നമ്മൾ മണ്ണ് ഇവിടെ കളയും. ഇതിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ വരും. ചെയ്യാം. ഇനി അടുത്ത വർക്ക് PCC വർക്ക്. PCC വർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ കാണിച്ചിരിക്കുന്ന ഈ ബെഡ് കോൺക്രീറ്റ് ആണ് ഇത് PCC എന്ന് പറയുന്നത്. ഈ ഇത്രയും ഭാഗമാണ് PCC. അതിന്റെ 2 അളവുകൾ ഇവിടെ നമുക്കുണ്ട്. വീതി താണ്ട 0.8, 80 സെന്റിമീറ്റർ അഥവാ 0.8 മീറ്റർ. ആഴം എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് 25 സെന്റിമീറ്റർ, ചെറിയ തിക്നെസ് ആണ്, 0.25. നീളം നമുക്ക് ഏതാ എടുക്കേണ്ടുന്നത്? ഈ സെൻട്രൽ ലൈനിന്റെ അതേ നീളമാണ് എടുക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഈ ഭിത്തി എവിടൊക്കെ പോകുന്നോ ആ ഭിത്തി, ഈ ഒരു മുറിയുടെ എവിടൊക്കെ ഭിത്തി ഉണ്ടോ ആ ഭിത്തിയുടെ അടിയിലെല്ലാം നമ്മൾ കോൺക്രീറ്റ് ചെയ്യണം, ബെഡ് കോൺക്രീറ്റ് കൊടുക്കും. അതുകൊണ്ട് നീളം എന്ന് പറയുന്നത് ഈ ലെങ്ത് തന്നെ വരും, 20.8. ബാക്കി 2 അളവ് നമുക്ക് ഇവിടുന്ന് കിട്ടും. എത്രയൊക്കെയാണ്? വീതി 0.8ഉം കനം എന്ന് പറഞ്ഞാൽ 0.25. 0.8 വീതിയും കനം എന്ന് പറഞ്ഞാൽ 0.25.
ക്വാണ്ടിറ്റി നമുക്ക് എടുക്കണം. ഇതെല്ലാം ക്യൂബിക്കൽ കണ്ടന്റ് വ്യാപ്തമാണ് എടുക്കുന്നത്, എത്ര അളവ് കോൺക്രീറ്റ്. അപ്പം കോൺക്രീറ്റിന്റെ വ്യാപ്തം, നീളം ഗുണം വീതി ഗുണം ഉയരം, L×B×H, അത്രയും വോളിയമാണ് കണ്ടുപിടിക്കുന്നത്. 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതും. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പം നമ്മൾ എത്രമാത്രം അളവ് മണ്ണ് കളയണം, വാനം തോണ്ടുന്നതിന്റെ പണിയുടെ വർക്ക് കഴിഞ്ഞു. അടുത്തത് നമ്മൾ കോൺക്രീറ്റ് ഇടുന്ന വർക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ കെട്ടുകയാണ്. ഫൗണ്ടേഷൻ കെട്ടുന്നതിന്റെ 2 അളവ് ഈ പടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വീതി എന്ന് പറയുന്നത് 50 സെന്റിമീറ്ററും ആഴം എന്ന് പറയുന്നത് 40 സെന്റിമീറ്ററും. അത് രണ്ടും നമുക്ക് ഇവിടെ എഴുതാം. വീതി എന്ന് പറഞ്ഞാൽ 50 സെന്റിമീറ്റർ വീതി, B 50ഉം ആഴം 40ഉം. ലെങ്ത് എപ്പോഴും ഈ ഒരു സിംഗിൾ റൂം ബിൽഡിംഗ് ആയതുകൊണ്ട് ലെങ്ത് എപ്പോഴും എത്ര ആയിരിക്കും? 20.8. അത് ഇവിടെ കൊടുക്കാം. 20.8 ലെങ്ത്, ഫൗണ്ടേഷന്റെ ലെങ്ത് 20.8. വീതി എന്ന് പറഞ്ഞത് 0.5, ആഴം എന്ന് പറഞ്ഞാൽ 0.4 പടത്തിനകത്തുണ്ട്. അതുപോലെ ഇനി ബേസ്മെന്റിന്റെയും ഈ ഭിത്തിയുടെ അടിയിലെല്ലാം ഫൗണ്ടേഷനും ബേസ്മെന്റും നമുക്ക് വേണം. അതുകൊണ്ട് നീളം അത് തന്നെ ആയിരിക്കും, 20.8. ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ്, ഇത്രയും ഭാഗമാണ്. അതിന്റെ അളവ് എത്രയാണ്? 40 സെന്റിമീറ്റർ വീതിയും 50 സെന്റിമീറ്റർ, അതാണ്ട് ഈ അളവാണ്. 40 50, 40.4 അതിന്റെ 0.4 അതിന്റെ വീതിയും 0.5 അതിന്റെ ആഴവും. ഞാൻ ഒന്നുകൂടെ പറയാം, ഈ ഒരു സിംഗിൾ റൂം ബിൽഡിങ്ങിന്റെ 3 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഈ എക്സാമ്പിളിൽ ചെയ്തത്. ഏതൊക്കെ ക്വാണ്ടിറ്റികളാണ്? വാനം തൊടുന്ന എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ക്വാണ്ടിറ്റി കണ്ടെത്തി, എർത്ത് വർക്ക് എക്സ്കവേഷൻ. പിന്നെ ഈ അടിഭാഗം കോൺക്രീറ്റ് ചെയ്യണം. ഈ ബിൽഡിങ്ങിന്റെ ഈ മുറിയുടെ എല്ലാ അടിയിലും അതായത് മുകളിലോട്ടുള്ള പിന്നെ ഭിത്തി കെട്ടിപ്പൊക്കുന്നതിന് മുന്നേ നമ്മൾ അടിയിൽ ചെയ്യുന്ന വർക്കുകളാണ് ഇതെല്ലാം. അപ്പൊ ആദ്യം വാനം തോണ്ടി മണ്ണ് ഇളക്കി കളഞ്ഞ് എത്രമാത്രം ക്യൂബിക്കൽ കണ്ടന്റ് മണ്ണ് നീക്കം ചെയ്യണമെന്ന് കണ്ടെത്തി. ഇനി നമ്മൾ എത്ര കോൺക്രീറ്റ് ഇടണോ, അവിടെ ഈ വാനം തോണ്ടിയ കുഴിയുടെ എല്ലാം അടിയിൽ കോൺക്രീറ്റ് ഇടണം. ആ കോൺക്രീറ്റ് ആണ് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്, എത്ര വർക്ക് വരും അത് കണ്ടെത്തി. പിന്നെ നമ്മൾ അതിന്റെ മുകളിലോട്ട് ഫൗണ്ടേഷൻ ചെയ്യും. അപ്പൊ ഫൗണ്ടേഷൻ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, ഫൗണ്ടേഷൻ ക്വാണ്ടിറ്റി കണ്ടെത്തി. പിന്നെ നമ്മളിതാണ് ഫൗണ്ടേഷൻ, അത് കഴിഞ്ഞ് ബേസ്മെന്റ്. ഈ ഇത്രയും കാര്യമാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ ചെയ്തത്. ഒന്നുകൂടെ പറയാം. അപ്പൊ ആദ്യം നമ്മൾ സെൻട്രൽ ലൈൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലൈൻ ലെങ്ത് കണ്ടുപിടിക്കുകയാണ്. സെൻട്രൽ ലൈൻ ലെങ്ത് എങ്ങനെ കണ്ടുപിടിച്ചു? ഈ ഡോട്ടഡ് ലൈൻ ആണ് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. അതിന്റെ നീളത്തിനെ ഞാൻ 2ആയിട്ട് ഭാഗിച്ച്, ഇവിടുന്ന് ഇവിടം വരെയുള്ളൊരു നീളം L1, ഇവിടുന്ന് ഇവിടെ വരെയുള്ള ചെറിയ നീളം L2. അപ്പൊ ഇത് L1ഉം ഇത് L2. L1 എത്ര എണ്ണം ഉണ്ട്? 1 2 L1. L2 എത്ര ഉണ്ട്? 1 2 L2. ഇനി L1 എത്ര വരും? ഈ ഭിത്തിയുടെ ഉള്ളിലുള്ള പോയിന്റ് പോലെ ഈ ഉള്ളു വരെയാണ്. അപ്പം ഇവിടെ ഒരു അകത്തോടൊരു അഡീഷണൽ ലെങ്ത് ഉണ്ട്. എത്ര? ഈ ഭിത്തി കനത്തിന്റെ പകുതി അഡീഷണൽ ആയിട്ട് ഇവിടെ കൂട്ടും. അപ്പൊ അത് 0.1 പ്ലസ് ഇവിടുന്ന് ഇവിടം വരെയുള്ളത് 6 പ്ലസ് ഇതിനുള്ളിലോട്ടുള്ളത് 0.1. അപ്പൊ നമുക്ക് 6.2 കിട്ടി. അതുപോലെ തന്നെ ഇവിടെ ഒരു 0.1 വരും, 4.1 0.1 ഉള്ളിലോട്ടുള്ള ഉള്ള്, അത് കഴിഞ്ഞ് 4 ഇതിന്റെ അകത്തുനിന്ന് ഇവിടം വരെയുള്ളത്, പിന്നെ ഇവിടെ അതുപോലെ ഒരു ഉള്ളിലോട്ടുള്ള ഒരു 0.1 4.2. അപ്പം 2 L1 ഉണ്ട്. 2 × 4 6.2 പ്ലസ് 2 × 4.2 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് സെൻട്രൽ ലൈൻ ലെങ്ത് എത്ര കിട്ടി? 20.8 കിട്ടി. ഈ സെൻട്രൽ ലൈൻ ലെങ്ത് ഉപയോഗിച്ച് നമ്മൾ 3 ഐറ്റം കണ്ടുപിടിച്ചു. എന്തൊക്കെയാണ്? എർത്ത് വർക്ക് എക്സ്കവേഷനും PCCയും RR മെസണറി ഫോർ ഫൗണ്ടേഷൻ ആൻഡ് ബേസ്മെന്റ്. അപ്പൊ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടാബുലർ കോളം വരച്ചു. ഐറ്റം നമ്പർ ആദ്യം കൊടുത്തു, ആ പിന്നെ വർക്കിനെ പറ്റിയുള്ള വിവരണം രണ്ടാമത് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കൊടുത്തു. എത്ര നമ്പർ, ചിലതിനൊക്കെ ഒന്നിലധികം ഡോറോ വിൻഡോ മുതലായ വർക്കുകൾ ഒന്നിലധികം എണ്ണം വരും. അപ്പൊ അത് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി അതിനൊരു പ്രത്യേക കോളം നമ്പർ എന്ന് കൊടുത്തു, നീളത്തിനൊരു കോളം കൊടുത്തു, ലെങ്ത് വീതിക്കൊരു കോളം കൊടുത്തു, പിന്നെ ഉയരം അല്ലെങ്കിൽ ആഴം അതിനൊരു കോളം കൊടുത്തു, ക്വാണ്ടിറ്റിക്ക് ഒരു കോളം കൊടുത്തു, ടോട്ടൽ ക്വാണ്ടിറ്റിക്ക് ഒരു കോളം കൊടുത്തു. ഇനി നമ്മൾ ഓരോ ഐറ്റവും ഇതിന്റെയും അളവുകൾ എങ്ങനെ എടുത്തു. എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ അളവ് എന്ന് പറഞ്ഞാൽ എവിടെ വരും? ഇവിടെ തൊട്ട് ഇവിടെ വരെ, ഇവിടെ ഗ്രൗണ്ട് ലെവലിൽ കിടക്കുവാണ്. അതിന് അടിയിലോട്ടുള്ള മണ്ണിനെ നമ്മൾ കുഴിച്ച് കളയണം. അതിന് നമുക്ക് എക്സ്ട്രാ പണിക്കൂലിയാവും. പണിക്കൂലി കണക്കാക്കണമെങ്കിൽ എത്ര അളവ് മണ്ണ് കളയണം എന്ന് ആദ്യം കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മൾ ആ അളവ് കണ്ടുപിടിച്ചു. എർത്ത് വർക്ക് എക്സ്കവേഷൻ അതെങ്ങനെ കണ്ടുപിടിച്ചു? ലെങ്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു മുറി ആയതുകൊണ്ട്, ലെങ്ത് ഒറ്റ റൂം ബിൽഡിംഗ് ആയതുകൊണ്ട് ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് തന്നെ ആയിരിക്കും. ഇത് തന്നെയാണ്, അതുകൂടി ഇട്ടു. പിന്നെ നമ്മൾ അതിന്റെ ഈ എങ്ങനെയാണ് എക്സ്കവേഷന്റെ 2 മറ്റളവ് ബിയും എച്ചും, എക്സ്കവേഷന്റെ വീതിയും ആഴവും എങ്ങനെ കണ്ടെത്തി? എക്സ്കവേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവൽ ഇവിടാണ്. അതിന് അടിയിലോട്ടുള്ള മണ്ണ് ഇവിടെ ആഴത്തിൽ കുഴിക്കണം. അപ്പൊ അതിന്റെ ആഴം എത്ര വരും? കുഴിക്കേണ്ടുന്ന ആഴം 40 സെന്റിമീറ്റർ ആഴത്തിൽ പിന്നെ ഫൗണ്ടേഷന് വേണ്ടിയുള്ള മണ്ണ് കളയണം. പിന്നെ ഒരു 25 സെന്റിമീറ്റർ ആഴത്തിൽ കോൺക്രീറ്റ് ഇടാനുള്ള മണ്ണ് കളയണം. മൊത്തം ആഴം എത്ര വന്നു? 65 സെന്റിമീറ്റർ. അപ്പൊ 0.65. വീതി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇത്രയും ഭാഗം ഏറ്റവും അടിയിൽ കോൺക്രീറ്റ് കൊടുക്കണം. എന്തായാലും അത്രയും ഭാഗത്തെ മണ്ണ് നമ്മൾ കളയണം. അതുകൊണ്ട് വീതി എന്ന് പറഞ്ഞാൽ ഏതെടുക്കണം?
ഈ താഴത്തെ വീതി, അതായത് 0.8 0.65. ഇനി നമ്മളിത് മൂന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ആവും. ഇനി പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്, അതിന് അത് കഴിഞ്ഞിട്ടുള്ള വാനം തോണ്ടി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് വാനം തോണ്ടിയ കുഴിയുടെ അടിയിൽ നമ്മൾ കോൺക്രീറ്റ് ഇടും. അതായത് ഈ മൊത്തം മുറിയുടെയും അടിഭാഗത്ത് നമ്മൾ കോൺക്രീറ്റ് കൊടുക്കും. ആ കോൺക്രീറ്റിന്റെ നീളം എത്ര വരും? 20.8. വീതി എത്ര വരും? ഇതാണ് ബേസ് കോൺക്രീറ്റ്. അപ്പൊ അത്ര വീതി ഇവിടെ കൊടുത്തിട്ടുണ്ട് 0.8, ആഴം എന്ന് പറഞ്ഞാൽ 0.25. അപ്പൊ ഇത് മൂന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വോളിയം ഇവിടെ എഴുതണം. L×B×H ക്വാണ്ടിറ്റി. ഇനി RR മേസൺറി, റാൻഡം റബിൾ മേസൺറി രണ്ടായിട്ട് എടുക്കാം. ഒന്ന് ഫൗണ്ടേഷനും ഒന്ന് ബേസ്മെന്റും. ഫൗണ്ടേഷന് എങ്ങനെ എടുക്കാം? നമുക്ക് ഇതാണ് ഫൗണ്ടേഷൻ, ഈ ചെറിയത്. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? ലെങ്ത് 20.8 വരും. വീതി എന്ന് പറഞ്ഞാൽ 50 സെന്റിമീറ്റർ, ആഴം എന്ന് പറഞ്ഞാൽ 40, 0.5 0.4. ഈ ബേസ്മെന്റോ അത് ഇതുപോലെ എടുക്കാം. ലെങ്ത് എന്ന് പറഞ്ഞാൽ 20.8, വീതി എന്ന് പറഞ്ഞാൽ 40, 0.4, ആഴം എന്ന് പറഞ്ഞാൽ 0.5. ഇപ്പൊ ഇവിടെ ഒരു ക്വാണ്ടിറ്റി വരും, ഇവിടെ ഒരു ക്വാണ്ടിറ്റി വരും. L×B×H ഇവിടെയും വരും, അതുപോലെ L×B×H ഇവിടെയും വരും. ഇവിടെ ഒരു ഇവിടുത്തെ ടോട്ടൽ ക്വാണ്ടിറ്റി ഇത് തന്നെയാണ്, ഒരെണ്ണേ ഉള്ളൂ. ഇവിടുത്തെ ടോട്ടൽ ക്വാണ്ടിറ്റി ഈ കിട്ടുന്ന ക്വാണ്ടിറ്റി തന്നെ ഇവിടെ എഴുതും. ഇവിടെ 2 എണ്ണം ഉണ്ട്, അത് കൂട്ടിച്ചേർത്ത് നമ്മൾ ഇവിടെ ടോട്ടലായിട്ട് എഴുതും. അപ്പൊ നമുക്ക് എത്ര ഐറ്റം കിട്ടി? എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ക്വാണ്ടിറ്റി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ഇവിടെ ക്വാണ്ടിറ്റി വന്നു. PCCയുടെ 20.8 × 0.8 × 0.25 ക്വാണ്ടിറ്റി കിട്ടി. RR മേസൺറി എങ്ങനെ കിട്ടി? 20.8 × 0.5 × 0.4 ഫൗണ്ടേഷന്റെ ഭാഗം. ബേസ്മെന്റിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ വീണ്ടും 20.8 × 0.4 × 0.5 പോക്കും. അപ്പൊ 3 ക്വാണ്ടിറ്റി നമുക്ക് കിട്ടി. എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ക്വാണ്ടിറ്റി കണ്ടെത്തി, പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി കണ്ടെത്തി, RR മേസൺറിയുടെ ക്വാണ്ടിറ്റി. അപ്പൊ ഇവിടം വരെയുള്ള വർക്ക്, ഈ ഇത്രയും ഭാഗം സൂപ്പർ സ്ട്രക്ചറിനെ തൊട്ട് മേലോട്ടുള്ള ഭിത്തി കെട്ടുന്നതിന് മുൻപേ സൂപ്പർ സ്ട്രക്ചറിന് താഴോട്ടുള്ള സബ് സ്ട്രക്ചറിന്റെ മൊത്തം ക്വാണ്ടിറ്റിയാണ് ഈ 3 വർക്ക് എന്ന് പറയുന്നത്. താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിന് മേലോട്ടുള്ള ബാക്കിയുള്ള ബിൽഡിംഗ് കമ്പോണൻസിന്റെ എല്ലാം ഓരോന്ന് സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന മെത്തേഡ് പഠിക്കാം. താങ്ക് യു സ്റ്റുഡൻസ്.